ബഹുമാനപ്പെട്ട കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കേന്ദ്രമന്ത്രിയും അതിനേക്കാൾ ഉപരിയായി നമുക്കെല്ലാവർക്കും സുപരിചിതൻ, നമ്മളെല്ലാവരുടെയും സുഹൃത്തും സഹപ്രവർത്തകരും സഹോദരനും ഒക്കെ ആയിട്ടുള്ള ഒരു അതിഥി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, ആതിഥേയ വിഭാഗത്തിൽ തന്നെയുള്ള പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട ഇരവിപുരം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗം കൂടിയായ പ്രിയപ്പെട്ട ശ്രീ നൌഷാദ്, കൊല്ലം കോർപ്പറേഷന്റെ ബഹുമാന്യനായ മേയർ ശ്രീ എ കെ ഹഫീസ്, കേരളത്തിലെ റെയിൽവേ നിർമ്മാണ മേഖലയുടെ സംസ്ഥാനതല ഓഫീസർ കൂടിയായിട്ടുള്ള ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ ഓംപ്രകാശ്, അതുപോലെ ബഹുമാന്യനായ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉൾപ്പെടെ ഈ സമ്മേളന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, സഹോദരങ്ങളെ, ബഹുജനങ്ങളെ, സുഹൃത്തുക്കളെ, തികച്ചും അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഞാനും നിങ്ങളും സാക്ഷി വഹിക്കുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷൻ സമുച്ചയവും അന്താരാഷ്ട്ര നിലവാരമുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായി മാറുന്നതിന്റെ ആദ്യഘട്ടത്തിന്റെ അല്ലെങ്കിൽ ആദ്യ സംരംഭത്തിന്റെ ഉദ്ഘാടനമാണ് നിമിഷങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കൊല്ലത്തുകാരൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി നിർവഹിക്കാൻ പോകുന്നത്. ഏതാണ്ട് 363 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആഗോള നിലവാരത്തിലുള്ള എല്ലാവിധമായ ആധുനിക സജ്ജീകരണങ്ങളോടും സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്ക് സമാനമായ നിലയിൽ എല്ലാവിധവും കോൺകോഴ്സ് സൗകര്യം ഉൾപ്പെടെയുള്ള സകല സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്ക് സമാനമായ നിലയിൽ അതിന്റെ പണി ഏതാണ്ട് 70-80% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ റവന്യൂ വരുമാനം ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സംരംഭം എന്ന നിലയിൽ ഇനിയും അത് വെച്ച് താമസിപ്പിക്കരുത് എന്നുള്ള ഗവൺമെന്റിന്റെ ഉദ്ദേശത്തിന്റെയും താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, റെയിൽവേ സ്റ്റേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് വളരെ നേരത്തെ തന്നെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അത് പൂർത്തീകരിച്ചു, അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മെയിൻ റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സൗകര്യങ്ങളും കൂടി പൂർത്തീകരിക്കാൻ ഇനിയും ഒരു 6 മാസത്തിനുള്ളിൽ മിക്കവാറും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേ വികസന രംഗത്ത് രാജ്യത്തൊട്ടാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വൻകിട വികസന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിനുള്ള സാധ്യതയും രൂപപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം ഞാൻ അഭിമാനബോധത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി എന്നോട് ചോദിച്ചു, നമ്മുടെ രാജ്യത്ത് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട മാതൃകാ റെയിൽവേ സ്റ്റേഷനുകളായി പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ ആദ്യ പട്ടികയിൽ തന്നെ 363 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാരണത്തിന് നവീകരണത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഇതിനോട് അനുബന്ധമായി തുടങ്ങിയിട്ടുള്ള പല സ്റ്റേഷനുകളുടെയും പ്രവർത്തനം ഇനിയും ഒരു ഘട്ടത്തിൽ 2 സ്റ്റേഷനുകളാണ് കൊല്ലത്തോടൊപ്പം പ്രഖ്യാപിച്ചത്. ഒന്ന് കൊച്ചിയിലുള്ള 2 സ്റ്റേഷനുകൾ കൂടി, കൊച്ചി അല്ലെങ്കിൽ എറണാകുളവും അതുപോലെ കൊല്ലവുമാണ് ആദ്യത്തെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി അവകാശപ്പെടാൻ കഴിയും, ഏതാണ്ട് സമയബന്ധിതമായി തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നു. കൃത്യം 3 മാസത്തിലൊരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി റിവ്യൂ നടത്തി ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, പലതരത്തിലുള്ള തടസ്സങ്ങളുമായി
ആ തടസ്സങ്ങളെല്ലാം രമ്യമായ ചർച്ചകളിലൂടെ അനുരഞ്ജനങ്ങളിലൂടെ പരിഹരിച്ച് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നുള്ളതും എന്റെ അഭിപ്രായത്തിൽ നിർമ്മാണ രംഗത്ത് റെയിൽവേയുടെ തിലകക്കുറി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വികസന സംരംഭമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസന സംരംഭം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ശ്രീ സുരേഷും ഉണ്ടായിരുന്നു. ഞങ്ങൾ പാർലമെന്റിൽ വെച്ച് ബഹുമാനപ്പെട്ട അശ്വിനി വൈഷ്ണു അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഈ കാര്യത്തെ സംബന്ധിച്ചത് എങ്ങനെയുണ്ട് പെർഫോമൻസ്. ഞാൻ എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി പറയാൻ ആഗ്രഹിക്കുന്നു. റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത അനിതര സാധാരണമായ അടിസ്ഥാന സൗകര്യ വികസനമാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തൊട്ടപ്പുറത്ത് 46 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് മെമു ഷെഡ്. അത് ഏതാണ്ട് നിർമ്മാണം 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ മെമു ഷെഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തു നിന്ന് ആരംഭിക്കാൻ കഴിയുന്ന നിരവധി മെമു സർവീസ്, അത് കായംകുളത്തേക്കും അതുപോലെ കോട്ടയത്തേക്കും തിരുവനന്തപുരത്തേക്കും മീറ്റർ ഗേജ് ബ്രോഡ് ഗേജാക്കി മാറ്റിയിട്ടുള്ള ചെങ്കോട്ട റെയിലിലേക്കും ഒക്കെ നിരവധി മെമു സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞാൽ സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിരിക്കും. അതിന് നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു, നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൊല്ലം കോർപ്പറേഷനുമായിട്ടുള്ള തർക്കവിതർക്കങ്ങൾ ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ അടക്കം ആ കാര്യങ്ങളിൽ സഹകരിച്ചുകൊണ്ട് കോർപ്പറേഷന്റെ ലാൻഡ് അടക്കം സറണ്ടർ ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ആ തർക്കങ്ങളൊക്കെ കൊല്ലത്തിന്റെ വികസനം എന്ന പൊതു കാഴ്ചപ്പാടോടുകൂടി കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി കൂടി സഹകരിച്ചുകൊണ്ടാണ് അതിന്റെ നിർമ്മാണം നമുക്ക് ഏതാണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് റെയിൽവേ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം അത് ആഗ്രഹിക്കുന്ന രീതിയിൽ പുരോഗമിക്കുന്നില്ല. ബഹുമാനപ്പെട്ട DRMന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അത് വേഗതയിൽ പൂർത്തീകരിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ കഴിയണമെന്ന് വിനയപുരസ്സരം ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ പോകുന്നില്ല. 4:40 ശ്രീ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ ഇവിടെ തന്നെ 139 4 വീലേഴ്സും ഏതാണ്ട് 260ഓളം വരുന്ന ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സെന്ററാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സ്. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് ലെവൽ പാർക്കിംഗ് സെന്റർ ഉണ്ട്. ഒരു നിർദ്ദേശം ഇപ്പോൾ തന്നെ പരിഗണനയിലുള്ളതാണ്. അവിടെ നിന്ന് ഒരു അണ്ടർ പാസേജ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള ഒരു അണ്ടർ പാസേജ് നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ചെയ്യാമെന്നുള്ള നിലയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനും സാമ്പത്തികം ഒരു തടസ്സവുമില്ല. ആ കാര്യവും സാധ്യമാക്കാൻ കഴിയും എന്നാണ് ഈ അവസരത്തിൽ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ അതിന്റെ നിരക്ക് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാക്കാൻ കഴിയുന്ന നിലയിൽ ആ നിരക്ക് ക്രമീകരിക്കുക എന്ന പൊതുവായ ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായും ആ കാര്യം കൂടി റെയിൽവേ പരിഗണിക്കണമെന്ന് വിനയപുരസ്സരം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. റെയിൽവേ വികസന രംഗത്തും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ സമ്മേളനം എന്ന നിലയിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അനുവദിച്ച 5 സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം വെൽനസ് സെന്റർ CGHS സെന്ററിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരിധിയിൽ വരുന്ന 5 CGHS വെൽനസ് സെന്ററിന് കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രാലയത്തിന്റെ അന്തിമാനുമതി ലഭിച്ചുകൊണ്ട് CGHSന്റെ വെൽനസ് സെന്റർ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലത്ത് ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് അനുമതി ലഭിച്ച വിവരം കൂടി സന്തോഷത്തോടെ ഈ സമ്മേളനത്തിൽ പൊതുജനങ്ങളെ അറിയിക്കാൻ കഴിയുന്ന അവസരം പ്രയോജനപ്പെടുത്തുക. തീർച്ചയായും വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാടിന്റെ സർവതോമുഖമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലും മറ്റു വികസന പ്രവർത്തനങ്ങളിലുമൊക്കെ സങ്കുചിതത്വങ്ങൾക്കപ്പുറത്ത് പൊതുവായ വികസന സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ മേയർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പര്യാപ്തമായിട്ടുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ അടക്കമുള്ള അനുബന്ധ സൗകര്യങ്ങൾ സാധ്യമാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. അതടക്കമുള്ള വികസനമോ പ്രവർത്തനങ്ങളിൽ പുതുതായി ചുമതലയേറ്റിട്ടുള്ള കൊല്ലം കോർപ്പറേഷൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സുരേഷ് ഗോപി തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് ചൈനീസ് പാലസ്. നമുക്കറിയാം, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ് ചൈന കൊട്ടാരം എന്ന് വിശേഷിപ്പിക്കുന്ന പഴയകാലത്ത് ഏറ്റവും പഴക്കത്തുള്ള ഒരു കെട്ടിടം. അത് സാംസ്കാരിക വകുപ്പ്, കൾച്ചറൽ ആൻഡ് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട്
ഞങ്ങളുടെയൊക്കെ ആവശ്യം, ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്, റെയിൽവേയുമായി ചർച്ച ചെയ്തിരുന്നത്, റെയിൽവേയുടെ ഏറ്റവും പഴക്കം ചെന്ന ആദ്യത്തെ റെയിൽപാത എന്ന നിലയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ച് റെയിൽവേയുടെ ഒരു മിനി മ്യൂസിയം ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു. അത് കൾച്ചർ വകുപ്പിന്റെ, സാംസ്കാരിക വകുപ്പിന്റെ കൂടി ചുമതലയുള്ള, ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ആ ചൈനീസ് പാലസ് മനോഹരമാക്കി മാറ്റി തീർത്തുകൊണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മ്യൂസിയം എന്ന നിലയിലോ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലോ അല്ലെങ്കിൽ അതിന് സമാനമായ നിലയിൽ അത് പരിവർത്തനം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വന്നാൽ ഒരു സംശയവും വേണ്ട, കൊല്ലം നഗരത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷനായി കൊല്ലം റെയിൽവേ സ്റ്റേഷനും പരിസര പ്രദേശവും മാറും. അതിനനുരോധമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി രൂപപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിന്റെ മതിൽ വാൾ കൺസ്ട്രക്ഷൻ, മറ്റു കാര്യങ്ങളെല്ലാം കൂടി കഴിഞ്ഞ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള വിസ്മയകരമായ ഒരു വികസന സംരംഭമായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൂർത്തീകരിക്കാൻ പോകുന്നത്, സാധ്യമാകാൻ പോകുന്നത്. അതിനുവേണ്ടി യത്നിച്ച ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ഒരു കാര്യം പറയാതെ പോയാൽ ശരിയാക്കുന്നത്, വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടിംഗ് കമ്പനി, റൈറ്റ്സ് ഉൾപ്പെടെയുള്ള എന്റെ കോൺട്രാക്ടിംഗ് കമ്പനി, ആ ഒരു അൺഹാപ്പി ഇൻസിഡന്റാണ്. ഒരു സ്ലാബല്ല, സ്ലാബിന്റെ അടിയിൽ വെച്ചിരുന്ന ഒരു ഇരുമ്പ് പലക ഒരെണ്ണം താഴെ വീണ് ഒരാൾക്ക് തോളലിന് പരിക്ക് പറ്റിയ ഒരൊറ്റ കാഷ്വാലിറ്റി മാത്രമാണ് സത്യത്തിൽ സംഭവിച്ചത്. ഞാൻ അഭിമാനബോധത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും ഹ്യൂജ് ക്വാണ്ടം ഓഫ് വർക്ക് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് ആയിരക്കണക്കിന് പാസഞ്ചേഴ്സ്, യാത്രക്കാർ, ദിനേന വന്നു പോകുന്നവർ, ഈ അസൗകര്യങ്ങൾ അവിടെ ഇത് നല്ലതുപോലെ പ്രവൃത്തി പൂർത്തീകരിച്ച് മുകളിൽ വരുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്, യാത്രക്കാർ അറിയുന്നത്. അത്രയും ഭംഗിയായി പരമാവധി അസൗകര്യങ്ങൾ പരിമിതപ്പെടുത്തി ഒരു പരാതിക്കും അവസരം നൽകാത്ത നിലയിൽ ജനതാൽപര്യം കൂടി മാനിച്ചുകൊണ്ട് വളരെ ഭംഗിയായി ഇതിന്റെ നിർവഹണം സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കോൺട്രാക്ടിംഗ് കമ്പനികളെയും അതിന്റെ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഇതിന് ആകെ നേതൃത്വം കൊടുക്കുന്ന റെയിൽവേയുടെ ചീഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, റെയിൽവേയുടെ ഡിവിഷൻ ഓഫീസ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പദ്ധതി നമുക്ക് സംഭാവന ചെയ്ത അല്ലെങ്കിൽ നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രാലയം, റെയിൽവേ മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര ഗവൺമെന്റ് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാവരോടും കൊല്ലത്തിനും കൊല്ലത്തെ ജനങ്ങൾക്കുമുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും ആദരവും സ്നേഹവും ബഹുമാനവും ചാരിതാർത്ഥ്യവും ആവർത്തിച്ചറിയിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ ആകെ നിർലോഭമായ സഹായം സഹകരണം ഉണ്ടാകണമെന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ചടങ്ങിന്റെ മുഖ്യാതിഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ബഹുമാന്യനായ കൊല്ലത്തെ പാർലമെന്റ് അംഗം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, എൻ്റെ സതീർത്ഥ്യം ഇപ്പോൾ പാർലമെന്റിൽ ആണെങ്കിൽ ആ ബന്ധം തുടങ്ങുന്നത് കോളേജ് പഠന കാലത്ത് നിന്ന് തുടങ്ങുന്നതാണ്. അദ്ദേഹത്തിന് എൻ്റെ വിനീത നമസ്കാരം. അതുപോലെ തന്നെ ഇരൂരം MLA ശ്രീ നൌഷാദ്, കൊല്ലത്തിന്റെ ആദ്യത്തെ പൗരൻ മേയർ ശ്രീ ഹഫീസ്, സദൺ റെയിൽവേ കൺസ്ട്രക്ഷൻ വിംഗ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ശ്രീ ദിവ്യകാന്ത്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും മാധ്യമ പ്രവർത്തകർക്കും സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ചടങ്ങുകളിൽ പോകുമ്പോഴും 2024
ജൂൺ 9 ശേഷം വളരെ അഭിമാനം തോന്നുന്ന ഇത്തരം ഒരുപാട് പരിപാടികളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ജീവിതത്തിന്റെ ഏറിയ പങ്കം തിരുവനന്തപുരത്തുകാരനായി ജീവിച്ചുവെങ്കിൽ പോലും എല്ലാ നിമിഷങ്ങളും ബാല്യം മുതൽ കൗമാരം വരെയും നൽകിയ ജനിച്ച് ജീവിച്ച പട്ടണം. ആലപ്പുഴയിൽ ജനിച്ച് 4 വർഷം മാത്രം അവിടുത്തെ ജീവിതം. 4-ാം വയസ്സ് മുതൽ പിന്നെ ഏതാണ്ട് 32 വയസ്സ് വരെയും കൊല്ലം. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്തുകാരനായി വാഴുകയും തൃശ്ശൂരിൽ നിന്നും വളരെ വിചിത്രമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു തൃശ്ശൂർക്കാരനായും അവതാരത്തിന്റെ ബഹുമുഖ വർണ്ണങ്ങൾ പേടിയുള്ള യാത്രയിൽ ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ചാണ് ഇതുപോലെയുള്ള മുഹൂർത്തങ്ങളിലേക്ക് എന്നെ കൊണ്ടുവന്ന് ചേർത്തുകൊണ്ടിരിക്കുന്നത്. പ്രേമേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒപ്പം തുടങ്ങിയവരൊക്കെ പല കാരണങ്ങൾക്കും പ്രാദേശികമായ വിഷയങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അതിന്റെ എത്തപ്പെടും ഇതിന്റെ ഒരു പകുതി ദൂരം പോലും എത്താത്ത അവസ്ഥയിൽ കൊല്ലം കേരളത്തിലെ നമ്പർ 1 എന്ന നിലയ്ക്ക് റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ അതിപ്പോ മെമോന് ആവശ്യമായ ടെട്രോയിൽ സിസ്റ്റം അടക്കം വളരെ മുന്നോട്ട് പാഞ്ഞ് ഇതിന്റെ പൂർണ്ണതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു മുഹൂർത്തമാണ് ഇന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റമാണ് ഇന്നിവിടെ തുറന്നു കൊടുക്കുന്നത്. അത് ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അനുഗ്രഹത്തോടും അനുവാദത്തോടും എനിക്കത് ചെയ്യാനുള്ള ഭാഗ്യം കൈവന്നു ചേർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറയുക മാത്രമാണ് ഞാൻ ഈ രീതിയിൽ നമ്മുടെ ഒരുപാട് ഭജിച്ചിട്ടുള്ള പ്രിയകാവരമ്മയും അമ്മിക്കാരനമ്മയും അമ്മച്ചി വീട്ടിലമ്മയും കടന്നു പള്ളിയിലെ എല്ലാ മൂർത്തികളും മയ്യനാട് കാക്കോട്ടുമൂല ഇവിടെയൊക്കെ സ്ഥിരം സന്ദർശിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ റിസർവ് ക്യാമ്പിന്റെ തെക്കുവശത്തുള്ള കഫേറയില് അങ്ങനെയൊക്കെ ഇതിന്റെ എല്ലാം അനുഗ്രഹമാണ് തോന്നുന്നത് പതിച്ചുകൊണ്ട്. റെയിൽവേ മന്ത്രി ഒരുപക്ഷെ ഓൺലൈനിൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ച അനുമതിയുടെ പശ്ചാത്തലത്തിലാണ് എനിക്ക് നാട്ടിൽ വന്ന് നേടിയിരിക്കുന്നത്. അതിന് ഞാൻ കൊല്ലംകാരെ എല്ലാ നല്ല അംശങ്ങളും എനിക്ക് തന്ന് എന്നെ ഈ ഒരു രൂപത്തിൽ എത്തിച്ച് എല്ലാ നല്ലവർക്കുമുള്ള നന്ദി. അച്ഛൻ്റെ സുഹൃത്തുക്കളും അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ മക്കൾ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായെങ്കിൽ അവരുടെയും അതുപോലെ തന്നെ ദേവമാമനും പ്രതാപവും അവരുടെ കുടുംബവും ഒക്കെ തന്നിട്ടുള്ള പിന്തുണയും സ്നേഹവും സഹകരണവും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് കാണുന്ന രൂപത്തിൽ തന്നെ കിട്ടാൻ സാധിച്ചെങ്കിൽ ആ ജന്മം ഒരുപക്ഷെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രമാണ് എനിക്കറിയാം. എനിക്കൊരു ഒഫീഷ്യൽ സ്പീച്ച് മിനിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കതുകൂടെ നിർവഹിക്കാതെ ഈ പരിപാടി നടത്തുവാൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല. ശ്രീ നൗഷാദ് പറഞ്ഞ കാര്യങ്ങൾക്ക്, ശ്രീ ഹഫീസ് പറഞ്ഞ വളരെ കൃത്യമായ കാര്യങ്ങൾക്ക് പ്രേമേന്ദ്രൻ പിന്നെപ്പോഴും രാഷ്ട്രീയ ഭിന്നതയുണ്ടാവും. രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ശക്തമായി എതിർക്കും, ഞങ്ങളുടെ ബില്ലുകളെ എതിർക്കും, ഞങ്ങളുടെ ഫിനാൻസ് മിനിസ്റ്ററെ അതിഘോരമായി തന്നെ എതിർക്കുമെങ്കിലും പക്ഷെ ഒടുവിൽ ഈ സംവിധാനങ്ങൾക്കെല്ലാം ഒരു ഉപയോഗപ്രദമായ പരിണാമമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു MP കൂടിയാണ് ശ്രീ പ്രേമചന്ദ്രൻ. അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ എതിർപ്പെല്ലാം ഒരുപക്ഷെ ഒന്ന് ഓടി ജയിക്കുന്നതിന് വേണ്ടിയുള്ള എതിർപ്പ് മാത്രമാണ്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒത്താണ് ഓടുന്നത്, ജയിക്കുന്നതും എല്ലാവരും ഒത്താണ് ജയിക്കുന്നത്, അത് ഈ രാജ്യമാണ് ജയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന വളരെ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാൾ തന്നെയാണ് ശ്രീ ശശി തരൂരും
അതുപോലെ തന്നെ ശ്രീ പ്രേമചന്ദ്രൻ. ഇതൊന്നും ഇനി ഒരു വലിയ വിവാദമാക്കി ഇനി പ്രേമചന്ദ്രന്റെ സംഖ്യയാണ്, അരസംഖ്യയാണ്, മുക്കൽ സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞ് ആരും ആക്രമിക്കേണ്ട. ഇവിടുത്തെ ഈ ബൈപ്പാസിനെ സംബന്ധിച്ച് എത്ര വർഷമാണ് മുടങ്ങിക്കിടന്നത്? എന്റെ ഒരു അറിവിൽ 39 വർഷമാണ് മുടങ്ങിക്കിടന്നത്. 7-8 മന്ത്രിമാരുണ്ടായിരുന്നു UPA ഭരണകാലം, അല്ലേ? നൗഷാദിന്റെ പാർട്ടിക്കാരും 4 വർഷം അവര് താങ്ങിയതാണ് UPA എന്ന് പറഞ്ഞു. അവസാനം ഒരു ന്യൂ ഡീലിന്റെ പേരിൽ മാത്രം 2009 വരുന്ന ഇലക്ഷന് ജനങ്ങൾ നേരിടാൻ പറ്റാത്തത് കൊണ്ട് പിന്തുണ പിൻവലിച്ച് പുറത്തു നിന്ന് പിന്തുണച്ച അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ പറയുന്ന 38 വർഷത്തിന് ശേഷം ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നു ആ ബൈപ്പാസ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അത് ഇരുവരിപ്പാത മാത്രമായിരുന്നു. അല്ല, തുടങ്ങി എത്ര കാലം കിടന്നു. അപ്പോ ഇത് ഇത്രയും വർഷമെടുത്ത് ഇരുവരിപ്പാത പൂർത്തീകരിക്കുന്നതിനും ഒരു NDA സർക്കാർ വേണ്ടി വന്നു. മാത്രമല്ല, അന്ന് അപകടങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഇത് തുടങ്ങിയ സമയത്ത് തന്നെ സുധാകരൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പലയിടത്തും ഫ്ലൈഓവറിനും അണ്ടർപാസിനും വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ഇവരുടെ കൂടെ ചേർന്ന് ഞാനും അവിടെ രാജ്യസഭാ MP എന്ന നിലയ്ക്ക് എന്റെ സർക്കാരിനോട് ഒരു വാദാടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് അത് 4 വരിയും 6 വരിയുമായി മാറുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് ഏതാണ്ട് കോവിഡിന് ശേഷം തുടങ്ങി എന്ന് അത് ഏതാണ്ട് പൂർത്തീകരണത്തിൽ എത്തിയെങ്കിൽ this is governance, this is good governance, and this is only excellent governance. ഇത് രാഷ്ട്രീയത്തിന്റെ ബലമല്ല, ഇത് ആർജവമാണ്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം. അതിൽ നിന്ന് വരുന്ന എന്താണ് എന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്? പ്രധാന സേവകൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഒരുപക്ഷെ റെയിൽവേയുടെ കാര്യത്തിൽ നൗഷാദും ശ്രീ ഹഫീസും. നൗഷാദിനെ എനിക്ക് നൗഷാദെന്ന് വിളിക്കാൻ എന്നെക്കാൾ ചെറുതുമാണ്, ജൂനിയർ ബാച്ച്. അപ്പോ പ്രേമനുമൊക്കെ ഒരുപക്ഷെ അഭിമാനിക്കാൻ ഇത് കൃത്യമായി രൂപകൽപ്പന ചെയ്ത്, ഇത് നേരത്തെ പറഞ്ഞതല്ല, ഈ വികസനം നേരത്തെ പറയുന്നത്. അതെ, അല്ല, ഇത് ആർക്കും ചെയ്യാം. ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നൊരു വാദമില്ല. പക്ഷെ ഞങ്ങൾക്കാണിത് കേരളം മുഴുവനല്ല, ഭാരതം മുഴുവൻ ചെയ്യാൻ സാധിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തിനാണ് കുറവുള്ളത്? നാഷണൽ ഹൈവേ, ഞാൻ ഈ പ്രസംഗം മാറ്റി വയ്ക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ ട്രെയിനിൽ പോകണമെന്ന്. കാരണം ഇതിനകത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അതിന്റെ ഫൈനൽ ഡിസൈനിങ് ആൻഡ് ഡിസൈഡിങ് വക്താവെന്ന് പറയുന്നത് ബഹുമാനീയനായ പ്രധാനമന്ത്രി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഇതിലുണ്ട്. പക്ഷെ നമ്മൾ ചില ഫാക്ട്സ് മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ അത് വെക്കേണ്ട ഒരു അധിക ഉത്തരവാദിത്വം നൗഷാദിനെ പോലെയും പ്രേമേന്ദ്രനെ പോലെയും എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മളൊരു ഫ്ലൈ ഓവറിലൂടെ പണിതപ്പോഴും ഇത് വലിയ ഒരു പാകപ്പിഴയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് തോന്നിയിട്ടുണ്ട്. മുസ്ലിയാർ ബിൽഡിംഗ്സിന്റെ ആയാലും മ്യൂസിക് ഓഡിറ്റോറിയം, കുമാർ തിയേറ്റർ, പായിക്കട റോഡ്, ഇതിന്റെ എല്ലാം ഐശ്വര്യം എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചർ വന്നതോടുകൂടി നശിച്ചു. ഇത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രോജക്ട് തയ്യാറാക്കി ശ്രീ ഹഫീസ് എന്നോട് വന്ന് ആവശ്യപ്പെട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതിന് 10 വർഷം കഴിഞ്ഞ് പുതിയ തലമുറ വന്ന് പറയരുത് നിങ്ങൾ ചെയ്തു വെച്ചത് മണ്ടത്തരമാണ്. ആ തരത്തിൽ അടുത്ത 100 വർഷത്തേക്കുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തി തയ്യാറാക്കി
അതുമായിട്ട് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന അവര് ശ്രീ നിതിൻ ഗഡ്കരി എന്താണ് ഇതിന് പോകുമ്പോൾ SMB പാലസിന്റെ മുമ്പിലുള്ള ആ ഒരു റെയിൽവേ ക്രോസ് കൂടി നമുക്ക് ആ ഒരു കടമ്പ കൂടി തരണം ചെയ്യുന്ന രീതിയിലുള്ള ക്രോസ് ഓവർ റോഡ് ട്രാൻസിറ്റ് പദ്ധതികളെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രയത്നിക്കാം, ഒരുമിച്ച് പ്രയത്നിക്കാം. പ്രകടനത്തിന് യോജിപ്പില്ല, തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ ടേമിനുള്ളിൽ തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. എനിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് എന്റെ ഓർമ്മ ചരിത്രത്തിൽ ഒരുപക്ഷെ ആ പഴയ റെയിൽവേ സ്റ്റേഷൻ പൊളിച്ചത് ഞാൻ അറിയുന്നത് 1 വർഷത്തിന് ശേഷം. ചങ്കത്ത് ബുൾഡോസർ കയറ്റിയ ഒരു എഫക്റ്റ് ആയിരുന്നു. എനിക്കത് സത്യൻ മാഷൊക്കെ വന്ന് ഈ കൈവണ്ടിയില് സൈക്കിൾ റിക്ഷയിൽ വന്ന് ഇറങ്ങുന്ന കാഴ്ച ഇന്നും മ്യൂസിയത്തിന്റെ അതേ മൂല്യത്തോടെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന സിനിമയിലാണ്. ആ സിനിമയിലാണ് എന്റെ അരങ്ങേറ്റം കുറിച്ചത്. എന്റെ അച്ഛനും സത്യൻ മാഷ് വലിച്ചുകൊണ്ട് പോകുന്ന ആ സൈക്കിൾ വലിച്ചുകൊണ്ട് പോകുന്ന സൈക്കിൾ റിക്ഷയാണ്. അതിൽ വന്ന് ഗാർഡായിട്ട് അവിടെ ഇറങ്ങുന്ന കാഴ്ചകൾ ഉണ്ട്. ആ സ്റ്റേഷൻ ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒരു മ്യൂസിയം പോലെ ഈ പറയുന്ന പുതിയ പണിത് തീർത്ത് വരുന്ന ഒരു കോൺകോഴ്സിന് കീഴിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് കീഴിൽ അതുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1-2 മാസം മുമ്പ് ഇവിടെ വന്ന് ഈ ചൈന പാലസ് കണ്ടതും അതിന് പുനരുജ്ജീവിപ്പിച്ച് പഴയ ഒരു ചരിത്ര സ്മാരകം ഈ പുതുമ നിറഞ്ഞ റെയിൽവേ ഉപയോഗ അന്തരീക്ഷത്തിൽ അത് നിലനിർത്തിയെടുക്കണമെന്ന് പറയുന്ന ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുള്ള ആദ്യത്തെ നോഡ് റെയിൽവേ മിനിസ്റ്ററുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കണം ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്തായിരിക്കണം, ടൂറിസത്തിന്റെ കൈവശമായിരിക്കണോ, മുനിസിപ്പാലിറ്റിയുടെ കൈവശമോ, കോർപ്പറേഷന്റെ കൈവശമായിരിക്കണോ, അതോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കണോ എന്നൊക്കെയുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ ഇനി പരിശോധിക്കേണ്ടത്. എന്തായാലും ആ വഴിക്കുള്ള പ്രവർത്തനങ്ങൾ കൊല്ലംകാരനായിട്ട് തന്നെ അല്ലെങ്കിൽ മലയാളിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. തൃശ്ശൂർക്കാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ പല ആവർത്തി. അതിൽ നിന്നൊക്കെ രാഷ്ട്രീയ ലാഭം ചെയ്യാൻ വേണ്ടി ചില വെട്ടും കുത്തുമായിട്ടൊക്കെ പലരും ഇറങ്ങും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. കേരളത്തിനല്ല ഭാരതത്തിനാണ് ഒരു മന്ത്രിയെ നരേന്ദ്രമോദി നിങ്ങൾ എന്റെ കൂടെ തന്നതെങ്കിൽ എന്റെ പ്രവർത്തനം ആ മേഖലയിലായിരിക്കും. കേരളത്തെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. കേരളത്തിന്റെ ഒരുപാട് ചോറുണ്ടതാണ് നിങ്ങൾ എന്റെ ഈ തൊലിയിലും എന്റെ ഈ രക്തഓട്ടത്തിലും ഒക്കെ കാണുന്നത്. അന്നേ എനിക്ക് പ്രകടിപ്പിച്ച് തിരിച്ചു പോകാൻ കഴിയും. കൊല്ലം ജംഗ്ഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് നിങ്ങളോടൊപ്പം പങ്കുചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതൊരു വെറും അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, കേരളത്തിലെ റെയിൽവേ വികസനത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലും സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ ഹബുകളിൽ ഒന്നായ ഇവിടെ യാത്രക്കാരുടെ ദൈനംദിന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള അർത്ഥവത്തായ ഒരു ചുവടുവയ്പ്പാണ്. യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഭരണ സംവിധാനത്തിലുള്ള പൊതുജന വിശ്വാസവും വർദ്ധിക്കും. ഇന്നത്തെ ഈ ചടങ്ങ് പ്രതിനിധീകരിക്കുന്നത് അതാണ്. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിനും റെയിൽവേ സ്റ്റേഷനുകളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഭാരത സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ ആധുനിക സൗകര്യം പ്രതിഫലിപ്പിക്കുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ ഇത്രയും വിപുലമായ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണെന്നുള്ളത് പ്രത്യേകം അഭിമാനത്തോടെ കൊല്ലംകാർ ഓർക്കണം, സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും അപര്യാപ്തതകൾ അല്ലെങ്കിൽ പോരായ്മ, തികയായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി 3 ഫ്ലോർ ഈ പാർസൽ സർവീസസിനുള്ള ബ്ലോക്കിന്റെ മുകളിൽ 3 നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടി ഒരു വാഗ്ദാനമാണ്. ഇവിടെ കൊണ്ട് തികയുന്നില്ലെങ്കിൽ കാരണം ഈ ഓറഞ്ച് കയറുമ്പോൾ നമ്മൾ കാണുന്നത് 100 കണക്കിന് ബൈക്കുകൾ അവിടെ വെയിലത്തിരുന്ന് കായുന്നതാണ്. നല്ല അധ്വാനത്തിന്റെ ഒരു ഭാഗം പണം എടുത്താണ് അതിൽ പെട്രോളും ഡീസലും അടിച്ചു വെച്ചിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അതിലെത്ര മില്ലി കുറയും എന്നൊക്കെ ആരും മോഷിച്ചു പോകുന്നതുകൊണ്ടല്ല, വേപ്പറായി പോകുന്നതിന്റെയൊക്കെ ഒരു അവസ്ഥ അതിനൊക്കെ ഉണ്ട്. ആ വണ്ടികൾക്കുമൊക്കെ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് കൊള്ളുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം.
അതിനെല്ലാം വലിയൊരു പുറപിടിക്കാനാണ് ഈ സ്ഥാപനം ഇവിടെ വന്നിട്ടുള്ളത്. കൊല്ലം ജംഗ്ഷൻ പുനർവികസന പദ്ധതിയുടെ ഭാഗമായി 29 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ 5 നില കെട്ടിടത്തിന് ഏകദേശം 11,450 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. എറണാകുളം കൺസ്ട്രക്ഷൻ വിംഗ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഈ സുപ്രധാന പദ്ധതി പ്രൊഫഷണലിസത്തോടും അർപ്പണബോധത്തോടും കൂടി പൂർത്തിയാക്കിയ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൺസ്ട്രക്ഷൻ എറണാകുളം, നിർമ്മാണ ഏജൻസി, പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റുമാർ എന്നിവരോടുള്ള എന്റെയും ഭാരത സർക്കാരിന്റെയും അഭിനന്ദനം ഞാൻ പ്രത്യേകം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ടീം വർക്ക് വിജയകരമായി വിജയിക്കുമ്പോഴാണ് അടിസ്ഥാന സൗകര്യ വികസനം വിജയിക്കുന്നത്. ഏകോപിതമായി നടപ്പിലാക്കിയ പൊതുസേവനത്തിന്റെ തെളിവാണ് ഈ പദ്ധതി. വികസിത ഭാരതത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെയും നാളെയുടെയും യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് ഈ പാർക്കിംഗ് സമുച്ചയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ 239 ഇരുചക്ര വാഹനങ്ങൾക്കും 138 4ചക്ര വാഹനങ്ങൾക്കുമായി തരംതിരിച്ചിട്ടുള്ള പാർക്കിംഗ് ഇടങ്ങൾ ഇവിടെയുണ്ട്. അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, സമഗ്രമായ അഗ്നിശമന സംവിധാനം, എല്ലാ നിലകളിലേക്കും ലിഫ്റ്റ് സൗകര്യം, കൃത്യമായി ആസൂത്രണം ചെയ്ത എമർജൻസി എക്സിറ്റുകൾ, ശുചിമുറികൾ എന്നിവയിലൂടെ യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. പുതിയകാവ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന വിധത്തിൽ ആസൂത്രിതമായ സ്ഥാനത്താണ് ഈ പാർക്കിംഗ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗതാഗത കുരുക്ക് കുറയ്ക്കാനും പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാരുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും. ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്തുമ്പോൾ മാത്രമാണ് വികസനം അർത്ഥപൂർണമാകുന്നത്. ഈ പദ്ധതിയുടെയും ലക്ഷ്യം അതുതന്നെയാണ്. തിരുവനന്തപുരം ഡിവിഷന്റെ പ്രകടനം ഈ മുന്നേറ്റത്തെ വരച്ചു കാട്ടുന്നു. വരുമാന വളർച്ച, ഡിജിറ്റൽ ടിക്കറ്റ് സംവിധാനത്തിന്റെ വ്യാപനം, കൂടാതെ 90% മുകളിൽ നിലനിർത്തുന്ന കൃത്യനിഷ്ഠ എന്നിവ ഇതിന് തെളിവാണ്. റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളിൽ നടക്കുന്ന വിപുലമായ മാറ്റങ്ങളുടെ ഭാഗമാണ് ഈ പദ്ധതി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ കീഴിൽ ആലപ്പുഴ, അങ്കമാലി, ചാലക്കുടി, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, ഗുരുവായൂർ, കായംകുളം, മാവേലിക്കര, നെയ്യാറ്റിൻകര, തിരുവല്ല, തൃപ്പൂണിത്തുറ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലെ സ്റ്റേഷൻ പുനർവികസനം 2026 മാർച്ചോടെ പൂർത്തിയാകും. അതോടൊപ്പം ആധുനിക സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ, വർക്കല, എറണാകുളം സൗത്ത്, എറണാകുളം ടൗൺ തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളുടെ പുനർവികസനം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ, ചെങ്ങന്നൂർ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിന് ഉയർന്ന മുൻഗണന നൽകും. റെയിൽവേ കേവലം യാത്രാ സൗകര്യം ഒരുക്കുക മാത്രമല്ല, മറിച്ച് സാമൂഹിക പുരോഗതിയിൽ പങ്കാളിത്തം വഹിക്കുക കൂടിയാണെന്ന് ഈ വികസന പ്രവർത്തനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക റെയിൽവേ എന്നത് കേവലം ട്രാക്കുകളും ട്രെയിനുകളും മാത്രമല്ല, അത് ജനങ്ങളെയും സമൂഹത്തെയും അവസരങ്ങളെയും കുറിച്ചുള്ളതാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ റെയിൽവേ വികസനം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം എത്താൻ പാടുപെടുകയായിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിലെ കൃത്യമായ നിക്ഷേപവും ന്യായപരമായ ദിശാബോധവും ഈ മാറ്റത്തിന് വേഗം കൂട്ടി. കണക്ടിവിറ്റി, സുരക്ഷ, ആധുനികവൽക്കരണം, യാത്രാ സൗകര്യം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 2026-2027 ബഡ്ജറ്റിൽ കേരളത്തിനായി 3795 കോടി രൂപ വകയിരുത്തിയത് ഈ യാത്രയിലെ മറ്റൊരു നാഴികക്കല്ലാണ്. ഒന്നും കിട്ടിയില്ല എന്ന്
നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാധിക്കില്ല എന്നുള്ളത് ഒരു വലിയ സത്യം. ആമയുടെയും ആമയുടെ മുട്ടയുടെയും ഒക്കെ കാര്യം, തേങ്ങയുടെയും കാര്യങ്ങളൊക്കെ വരും വഴിയെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അന്ന് ചോദ്യം ചെയ്തോളൂ, ശവപ്പറമ്പിലാണെങ്കിൽ അവിടെ വന്ന് ചോദ്യം ചെയ്തോളൂ. 2014 മുതൽ 125 കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്കുകൾ കണക്ടിവിറ്റി ശക്തമാക്കിയിട്ടുണ്ട്. കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 3 വന്ദേ ഭാരത്, 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ട്രെയിൻ സർവീസുകൾ യാത്രയുടെ വേഗതയും സൗകര്യവും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ചു. യാത്രക്കാർ ഏറെയുള്ള 2 വന്ദേ ഭാരത് ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്നും 16-ഉം 20-ഉം ആയി ഉയർത്തി. സ്റ്റേഷൻ പുനർവികസനം, ഫ്ലൈഓവറുകൾ, അണ്ടർപാസുകൾ, എല്ലാവർക്കും പ്രാപ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ യാത്രക്കാരുടെ സൗകര്യങ്ങളെ നിരന്തരം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സ്റ്റേഷനുകളിലും എസ്കലേറ്ററുകളും ലിഫ്റ്റുകൾക്കും ഉയർന്ന മുൻഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ തൃപ്പൂണിത്തുറയിലും ചങ്ങനാശ്ശേരിയിലുമായി 4 ലിഫ്റ്റുകൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ആലുവ സ്റ്റേഷനിലെ 2 പുതിയ ലിഫ്റ്റുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ പാർക്കിംഗ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലൂടെ ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും മുന്നോട്ട് കുതിക്കുകയാണ്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ വികസിത കേരളം, വികസിത ഭാരതം എന്നീ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി കേരളത്തിന്റെ വികസനത്തിനായി ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന ഇടനാഴികളിൽ ട്രെയിനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നതിനുമായി സർവേകൾക്ക് അനുമതി നൽകിയതായി ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ഈ കഴിഞ്ഞ ദിവസമാണ് അറിയിപ്പ് നൽകിയത്. ഷൊർണൂർ മംഗലാപുരം 3-4 വരികൾ, കോയമ്പത്തൂർ ഷൊർണൂർ 3-4 വരികൾ, മൂന്നാമത്തെ 4-ാമത്തെ. ഷൊർണൂർ എറണാകുളം 3-ാം വരി, എറണാകുളം കായംകുളം കോട്ടയം വഴിയുള്ള പാത 3-ാം വരി, കായംകുളം തിരുവനന്തപുരം 3-ാം വരി, തിരുവനന്തപുരം നാഗർകോവിൽ 3-ാം വരി, തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ നടപടികൾ കേരളത്തിലെ കണക്ടിവിറ്റി ശക്തമാക്കുകയും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇടയ്ക്ക് ഇതിലില്ലാത്ത ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഒരു 3 മാസം മുമ്പാണ്, അന്ന് 2009-ൽ കേന്ദ്രമന്ത്രിയായിരുന്ന, റെയിൽവേ സഹമന്ത്രിയായിരുന്ന ശ്രീ സ്വർഗീയനായ ഇ അഹമ്മദ് സാഹിബിന്റെ സ്വപ്ന പദ്ധതി ഗുരുവായൂർ പൊന്നാനി ലൈൻ അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിപ്പോ ശ്രീ അശ്വിനി വൈഷ്ണവ് നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഡീഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പോട്ട് പോകുന്ന കാലം വളരെ വിദൂരമല്ല എന്ന സൂചനയും കൂടിയുണ്ട്. ഈ നടപടികൾ കേരളത്തിലെ കണക്ടിവിറ്റി ശക്തമാക്കുകയും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഫെബ്രുവരി 23 മുതൽ മെമു സർവീസുകളിൽ കോച്ചുകളുടെ എണ്ണം സ്ഥിരമായി 8-ൽ നിന്നും 12-ലേക്ക് ഉയർത്തുന്നു എന്നതാണ് യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു ഉടനടിയുള്ള നടപടി. ഇത് യാത്രാശേഷി വർദ്ധിപ്പിക്കുകയും ദൈനംദിന യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ട്രെയിൻ നമ്പർ 66609/66610 പാലക്കാട് എറണാകുളം, അതുപോലെ തന്നെ പാലക്കാട് മെമു, കൊല്ലത്ത് നിന്നുള്ള കൊല്ലം എറണാകുളം കൊല്ലം മെമു, കൊല്ലം കോട്ടയം കൊല്ലം മെമു എന്നീ 3 സർവീസുകളിലാണ് ഈ മാറ്റം വരുന്നത്. ഈ
കോച്ച് വർധനവ് നിത്യ യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദവും ഉപകാരപ്രദവുമാകുമെന്ന് എനിക്കും നിങ്ങൾക്കുമെല്ലാം ഉറപ്പുണ്ടാവണം. വികസനം ഭാവിയിലെയും ഇന്നത്തെയും ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. അത് നടപ്പിലാക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. കേരള സർക്കാരും ഭാരത സർക്കാരും എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. കാരണം കേരള സർക്കാരിന്റെ പിന്തുണയില്ലാതെ, സ്ഥലമെടുത്ത് കിട്ടാതെ നമുക്ക് റെയിൽവേയുടെ വളർച്ച 1 ഇഞ്ചോ 1 മില്ലിമീറ്റർ പോലും നീളത്തിലും പോകാൻ കഴിയില്ല, വീതിയിലും പോകാൻ കഴിയില്ല. വളവുകൾ നിവർത്തി നേരെയുള്ള ലൈനാക്കിയാൽ ഇനിയും വന്ദേ ഭാരത്തിന്റെ ഒരു ഓട്ട സമയം എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കുറച്ചെടുക്കുവാൻ സാധിക്കും. ഇതിനെല്ലാം കേരള സർക്കാർ കൂടി ഭാരത സർക്കാരിന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഉദ്ഘാടനം ആധുനികമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കും യാത്രക്കാരുടെ സൗകര്യത്തിനും പൌരന്മാർക്ക് കാര്യക്ഷമമായും മാന്യമായും സേവനം നൽകുന്ന സംയോജിത ഗതാഗത സംവിധാനങ്ങൾക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയാണെന്ന് ഭാരത സർക്കാർ ഇവിടെ അറിയിച്ചുകൊണ്ട് പ്രതിഫലിപ്പിക്കുകയാണ്. ഈ പദ്ധതികൾക്കായി പ്രയത്നിച്ച് അത് മാറ്റമുണ്ട് പലകം. അതുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ, എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹത്തോടെ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് വേണ്ടിയും ശ്രീ അശ്വിനി വൈഷ്ണവിന് വേണ്ടിയും റെയിൽവേയുടെ യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് വേണ്ടിയും ഇവിടെ തുറന്നു വെച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും ഫ്രണ്ടിൽ നിന്ന് മാറിയില്ലേ? താങ്ക് യു സർ. അടുത്തതായി വേദിയിൽ ശിലാഫലകം അനാവരണ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാറിനെ ശിലാഫലകം അനാവരണം ചെയ്യാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ എല്ലാ ബഹുമാനപ്പെട്ട അതിഥികളെയും വേദിയിലേക്ക് ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി എല്ലാ വിശിഷ്ട അതിഥികളെയും MNCAP ഭാഗത്തേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി
Yeah.